താമരശ്ശേരി ചുരത്തോളം പഴക്കമുണ്ട് ചുരത്തിലെ ഗതാഗതക്കുരുക്കിനും. അതിനൊരു ശാശ്വത പരിഹാരം തേടിയാണ് MLA-മാരായ ടി സിദ്ദീഖും IC ബാലകൃഷ്ണനും കോഴിക്കോട് കളക്ടറേറ്റ് പടിക്കൽ രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇരുവരും നമുക്കൊപ്പം ചേരുകയാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം തേടിയുള്ള യാത്രയിലാണ്. ഒന്ന്, ഞങ്ങൾ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. ലക്കിടി മുതൽ താഴെ അടിവാരം വരെ നടന്നു പ്രക്ഷോഭയാത്ര, അസംബ്ലിയിൽ, കലക്ടറേറ്റിന്റെ മുമ്പിൽ, ലക്കിടി മേലെ, അടിവാരത്ത് താഴെ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവസാനം അത് പരിഹരിക്കാതെ തുടർച്ചയായി വരുമ്പോൾ ആംബുലൻസുകൾ, പ്രായം ചെന്നവർ, കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെ മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് കുടിവെള്ളം പോലും കയ്യിലില്ലാതെ ചോദിച്ച് വാങ്ങാനും ചോദിക്കാനും ഒരു വലിയ ബുദ്ധിമുട്ട്. ഇത്രയധികം ബുദ്ധിമുട്ട് വന്നിട്ട് വയനാട് ജില്ലയ്ക്ക് ചുമതലയുള്ള മന്ത്രിയുണ്ട്, കോഴിക്കോട് ജില്ലയ്ക്ക് ചുമതലയുള്ള മന്ത്രിയുണ്ട്, 2 കലക്ടർമാരുണ്ട്. ഏകോപനത്തിന്റെ ഒരു മീറ്റിങ്ങോ ഒരു സംസാരമോ ഇതുവരെ നടത്തിയിട്ടില്ല. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഞാൻ 34 തവണ ബ്ലോക്കിൽപ്പെട്ടയാളാണ്. 34 തവണ ബ്ലോക്കിൽപ്പെട്ടയാളാണ്. ഇന്നലെ രാത്രി 11 മണിക്ക് കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെട്ടപ്പോ ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. 12 മണിക്ക് ഉറക്കം എന്നെ PA വിളിച്ച് എന്നെ വണ്ടിയിൽ നിന്ന് ഉറക്കം ഉണർന്നപ്പോ 12 മണിക്ക് ഞാൻ ഡെഡ് ലോക്കിലാണ്, ചുരത്തിലെ ഗതാഗത കുരുക്കിലാണ്. 12:08 ഞാൻ ഇറങ്ങി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. 2 ആംബുലൻസുകളാണ് അപ്പോ അതുവഴി പോയത്. ഇന്ന് അബിൻ ജോയ് എന്ന് പറയുന്ന ഒരു ഗുരുതരമായ ഒരു രോഗിയെ മേപ്പാടി വിംസ് ആശുപത്രിയിൽ നിന്ന് മൈത്ര ഹോസ്പിറ്റലിലേക്ക് എയർ ആംബുലൻസ് ക്രമീകരിക്കാൻ ശ്രമം നടത്തി. ഡിലേ വരുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് ICU ആംബുലൻസ് സെറ്റ് ചെയ്തു. ഡോക്ടേഴ്സിന്റെ അകമ്പടിയോടുകൂടി മൈത്രയിലേക്ക് വന്നു. SP വിളിച്ചു, കോഴിക്കോട് റൂറൽ SP, വയനാട് SP, താമരശ്ശേരി DYSP എല്ലാവരെയും വിളിച്ച് പോലീസിനെ ക്രമീകരിച്ച് ഫേസ്ബുക്കിൽ ഈ ആംബുലൻസിന്റെ നമ്പർ അടക്കം ഡീറ്റെയിൽസ് അടക്കം കൊടുത്ത് ഗതാഗത കുരുക്കില്ലാതെ ഈ രോഗിയെ എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. എന്നിട്ടും കുരുക്കിൽപ്പെട്ടു. ഇത് ഒരു ദിവസത്തെ സംഭവമല്ല, ഇത് എല്ലാ ദിവസത്തെയും സംഭവമാണ്. വയനാടിന്റെയും കോഴിക്കോടിന്റെയും ഹൃദയധമനിയാണ് ഈ കൊല്ലകൽ കോഴിക്കോട് ദേശീയപാത നാഷണൽ ഹൈവേ 766. എല്ലാ ദിവസവും കുരുക്കിലാണ്. എത്ര പ്രപ്പോസൽസ് കൊടുത്തു പരിഹരിക്കുന്നതിന് വേണ്ടി? ഒരു പ്രപ്പോസൽസും നടപ്പിലായില്ല. RRT രൂപീകരിക്കണം, റാപ്പിഡ് റെസ്പോൺസ് ടീം, ചെയ്തില്ല. ലക്കിടിയിലും താഴെ അടിവാരത്തും കൺട്രോൾ സെന്ററുകൾ ആരംഭിക്കണമെന്ന് പറഞ്ഞു, ചെയ്തില്ല. അടിയന്തര സഹായത്തിന് വയർലെസ് സംവിധാനത്തോടു കൂടി വെള്ളം കൊടുക്കാനുള്ള സംവിധാനം വേണമെന്ന് പറഞ്ഞു, അത് ചെയ്തില്ല. ഒരു നടപടിയും സ്വീകരിച്ചില്ല, ഒരു കാര്യവും നടപടി സ്വീകരിച്ചില്ല. ഇങ്ങനെ നിരുത്തരവാദപരമായി പോകുന്ന പശ്ചാത്തലത്തിലാണ് UDFന്റെ പ്രിയപ്പെട്ട ശ്രീ IC ബാലകൃഷ്ണൻ MLA-യോടൊപ്പം ഞാനിവിടെ നിരാഹാര സമരത്തിന് ഞങ്ങൾ 2 പേരും നേതൃത്വം കൊടുത്തത്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ജനുവരിയിൽ അസംബ്ലി ആരംഭിക്കും. അസംബ്ലിയിൽ അതിശക്തമായി ഇത് പരിഹരിച്ചേ പറ്റൂ. തുരങ്കപാത ഒരു പരിഹാരമാണ്. പക്ഷേ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നത് വരെ, പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് യാഥാർത്ഥ്യമാകുന്നത് വരെ, 6, 7, 8 ചുരം വളവ് യാഥാർത്ഥ്യമാകുന്നത് വരെ, ചുരം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നത് വരെ ഈ ജനം മുഴുവൻ കുരുക്കിൽപ്പെട്ട് കിടക്കാൻ പറ്റുമോ? വയനാടിന്റെ സാമ്പത്തിക മേഖലയെ, വയനാടിന്റെ ടൂറിസം സെക്ടറിനെ, വയനാടിന്റെ സാമൂഹ്യ ജീവിതത്തെ, ആരോഗ്യ ജീവിതത്തെ മുഴുവൻ ബാധിച്ചിരിക്കുകയാണ്. ഇത് കോഴിക്കോടിന്റെ വ്യാപാര സഞ്ചാര പഥമാണിത്. ഗുരുതര പ്രതിസന്ധിയിലാണ്. ഇതിന്റെ കൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു കുറ്റ്യാടിപ്പാത, അതിന്റെ വികാസം ഇതിന്റെ കൂടെ നടക്കണം. ഇങ്ങനെ തുടങ്ങി പരിഹരിക്കപ്പെടേണ്ട പ്രപ്പോസൽസോട് കൂടിയാണ് ഈ സമരം ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്കുള്ള ഒരു വലിയ പരാതിയുണ്ട്. ആ പരാതി കോഴിക്കോടിന്റെ ചുമതലയുള്ള മന്ത്രി, വയനാടിന്റെ ചുമതലയുള്ള ഞങ്ങളുടെ മന്ത്രി OR കേളു, ഈ 2 മന്ത്രിമാർ ഇതുവരെ ഒരു മീറ്റിംഗ് പോലും ഇതിനു വേണ്ടി വിളിച്ചിട്ടില്ല. എന്തിനാണ് ഭരണകൂടം, എന്തിനാണ് സർക്കാർ? മറുപടി പറയണം. വിഷയം നിയമസഭയിലേക്ക് കൂടി നീട്ടും എന്ന് തന്നെയാണ് അതീവ ഗൗരവമുള്ള ഒരു സമരമായിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം ജനവികാരം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ജനവികാരം മാനിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ ഞങ്ങൾ 2 പേരും വയനാടിൻ്റെ ചുരമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രതിസന്ധി പലവട്ടം ചൂണ്ടിക്കാണിച്ചു. കോഴിക്കോട് DDC, അതോടെ വയനാട് DDCയിൽ ഞങ്ങൾ പലവട്ടം ഈ കാര്യങ്ങൾ ഉന്നയിച്ചു. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു, രോഗികളുടെ എണ്ണം വർദ്ധിച്ചു, ആംബുലൻസുകളുടെ എണ്ണം വർദ്ധിച്ചു, വ്യാപാരികളുടെ എണ്ണം വർദ്ധിച്ചു. അങ്ങനെ നിരവധി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോടും വയനാടും അത്ര ദൂരമല്ലല്ലോ. ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കാൻ ഞങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടു, ഉണ്ടാക്കിയിട്ടില്ല.
കൺട്രോൾ റൂം തുറക്കാൻ പലവട്ടം ഞങ്ങൾ ആവശ്യപ്പെട്ടു, തുറന്നിട്ടില്ല. മാത്രമല്ല ഇതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു, അവർ ചെയ്തിട്ടില്ല. ഇവിടെ ചാർജുള്ള മന്ത്രി ഉണ്ടല്ലോ, PWD വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ലേ? വയനാട്ടിൽ ചാർജുള്ള മന്ത്രി ഉണ്ട്, ORK, അദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ലേ? അദ്ദേഹത്തിന് തലശ്ശേരി വഴിക്ക് പോവാ. ഇന്ന് ഞാൻ കൽപ്പറ്റ ഇങ്ങോട്ട് വരാൻ വേണ്ടി കൽപ്പറ്റ വന്നപ്പോൾ ചുരം ബ്ലോക്ക് ആയതുകൊണ്ട് തിരിച്ച് മാനന്തവാടി, കുറ്റ്യാടി, പേരാമ്പ്ര വഴി വരേണ്ടി വന്നു സുൽത്താൻ ബത്തേരിയിൽ നിന്നും. അതീവ ഗൗരവമുള്ളൊരു സംഗതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് ഇടപെടേണ്ട ഇതിൽ. ഈ 2 ജില്ലാ ഭരണകൂടത്തെ ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ഗവൺമെൻറ്റിന്. ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ആർക്കാ? MLA-മാർക്ക്. MLA-മാർ പലകുറി ഈ കാര്യങ്ങൾ നിയമസഭയിലും DDC-യിലും ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അത് യാതൊരുവിധ മൈൻഡും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജനവികാരം മാനിച്ചുകൊണ്ട് ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 2 പേരും ഈ സമരം ഏറ്റെടുത്തു. ഈ സമരം ഇവിടെ സൂചനാ സമരമാണ്. ഇത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് വഴിക്കിൽ പോകും, നിയമസഭയ്ക്കുള്ളിലേക്ക് ഈ സമരം പോകും, യാതൊരു തർക്കമില്ല. അതുകൊണ്ട് സമരത്തിന്റെ വിജയം വരെ ഞങ്ങൾ സമരം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സമരത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം MN കാരശ്ശേരി മാസ്റ്റർ, അതുപോലെ തന്നെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽപ്പെട്ടവർ കൂടി വലിയ പിന്തുണയുമായി എത്തുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഒന്ന്, കാരശ്ശേരി മാഷാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കാരശ്ശേരി മാഷ് ഇതിന്റെ അനുഭവസ്ഥനാണ്. പല സമയത്തും വയനാട് വരുമ്പോൾ വയനാട് ബാല്യകാലം ചെലവഴിച്ച ഒരാളാണ്. അപ്പൊ കാരശ്ശേരി മാഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രശ്നം PWD മന്ത്രി, അതുപോലെ ഗതാഗത വകുപ്പ് മന്ത്രി, 2 ജില്ലാ കളക്ടർമാർ, ഇവർ ഒന്നിച്ചിരുന്നാൽ പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നം മാത്രമേ ഇത് ഉള്ളൂ എന്ന് ഒരു സാംസ്കാരിക പ്രവർത്തകനായ അതിപ്രധാനിയായ കാരശ്ശേരി മാഷ് അഭിപ്രായം പറയാം. കൈതപ്രം ഇവിടെ വന്നു. കൈതപ്രം പറഞ്ഞു, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. പ്രൊഫസർ ആർസു ഇവിടെ വന്നു. വർഗീസ് ചക്കാലക്കൽ പിതാവ്, കോഴിക്കോട് മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഇതിന്റെ സമാപന സമ്മേളനം നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം 4 മണിക്കൂർ ബ്ലോക്കിൽപ്പെട്ട ആളാണ്. ഞാനാണ് അദ്ദേഹത്തെ 7-ാം വളവിൽ നിന്ന് വൈത്തിരി പോലീസിന്റെ സാന്നിധ്യത്തോടു കൂടി എൻ്റെ വണ്ടിയിൽ കയറ്റി ഞാൻ കൊണ്ടുപോവുകയാണ്. ഇതിൽ രോഗികൾ, കുട്ടികൾ, വൃദ്ധർ, പ്രമുഖർ, സാധാരണക്കാർ എല്ലാവരും ഇതിന്റെ അനുഭവസ്ഥരാണ്. ആരുമില്ല, എല്ലാവരും ഇങ്ങോട്ട് ഒഴുകും. അതിന്റെ കാരണം ഈ നിസ്സംഗത ഇങ്ങനെ തുടരാൻ പറ്റില്ല. ഈ നിസ്സംഗത പരിഹരിച്ചേ പറ്റും. ഇതൊരു സൂചനാ സമരമാണ്. ശാശ്വത പരിഹാരം ഉണ്ടാകുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് MLA-മാർ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് ജയൻ കലിയാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.